എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീங்க വേഗം വരണമെന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ஏன் தெரியுமா, இப்போ ഇവിടെ நாம രണ്ടുപേരും മാത്രം தான் இருக்கோம். அச்சனும் அம்மையும் கோயிலில் தங்கத்தேர் பார்க்க போயிருக்கு. நில்லுங்க, ஒரு விஷயம். இன்னைக்கு இங்க ஒரு குறத்தி வந்திருந்தா, கை பார்க்குற குறத்தி. என் முகம் பார்த்தோன்னு அவன் என்ன சொன்னா தெரியுமா, உன் மனசுல ஒரு ராஜகுமாரன் இருக்குன்னு. அம்மா அப்பாலாம் பக்கத்துல இருந்தாங்க. எனக்கு ஒரே வெக்கமாயிடுச்சு. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ சொல்றது நீங்க தானே, சொல்லுங்க. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മണിക്കുട്ടിയെ. ഏത് അമ്മണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. ആനന്ദം, നേരത്തെ പറയായിരുന്നില്ല. ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് ശരണം ശരവണ ഭവഗുഹാചരണം ശരണം ഗുരുഗുഹാചരണം ഗുരുപദാചരണം ശരണം അടിഞ്ഞിട്ടേൻ കണ്ടാചരണം തനിത്താനറിந்து ഞാൻ തന്മയമാകിട ഏയ്, എന്നെ തൂക്കം ഇത് വിടിഞ്ച് എവ്വളോ നേരായി പോച്ച്. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ, ഉங்க മനസ്സ് കഷ്ടമാ இருந்திருக்கும். எனக்கு தெரியும். പെട്ടെന്നത് കേട്ടപ്പോ ഞാൻ என்னமோ சொல்லிட்டேன். എന്നെ മன்னிச்சிடுங்க. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പം അങ്ങനെ തോന്നിന്നേ ഉള്ളൂ. യോസിച്ച് പാത്താ ഞാൻ താ ഒരു പൈത്യം. ഈ വീടും പഴനിമല അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്. വന്നു കയറിയപ്പോൾ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാല്ലെങ്കിൽ നാമ രണ്ടുപേരും പഴകി கொஞ்ச நாள் தான் ஆச்சு. அதுக்குள்ளே நீங்கள் என்னை விட்டுட்டு போயிடுவீங்களோன்னு எனக்கு எவ்வளோ வேதனையாக இருக்கு. இவ்வளோ காலமாக உங்களையும் மனசில் நினச்சிட்ருக்கிற அம்மணிக்குட்டிக்கு എത്ര വിഷമം ഉണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്കിരം ഊருக்கு പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടെല്ലാം ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിക്കറേ. പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡിയാവണം. അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. அப்புறம் உங்களுக்காக ஸ்பெஷலாக சக்கரை பொங்கல் பண்ணியிருக்கேன். சீக்கிரம் வரணும்.